ഇന്ന് ഈ കപ്പയ്ക്കായും ചെറുപയറും കൂടി ഇട്ട് ചോറിനൊരു ഒഴിച്ചുകറി വയ്ക്കാം. കപ്പയ്ക്ക അരിഞ്ഞെടുക്കാം, ചെറുപയർ വേവിച്ച് എടുക്കാം. ചെറുപയർ വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചെറുതായി അരിഞ്ഞ്, അത്ര വലുതുമല്ല തീരെ പൊടിയും അല്ലാത്ത രീതിയിൽ കപ്പയ്ക്ക അരിഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് ഇവിടെ കപ്പയ്ക്ക എന്നാണ് പറയുന്നത്. ചില നാട്ടിൽ ഓമയ്ക്ക, കപ്പളങ്ങ എന്നൊക്കെ പറയും. ഇവിടെ നമ്മൾ കപ്പയ്ക്ക എന്നാണ് പറയുന്നത്. ഇത് കുക്കറി വേണമെങ്കിലും വയ്ക്കാം. ഞങ്ങൾ ചോറ് വെച്ചപ്പോൾ അതിനകത്തോട്ട് അടപ്പേ തീ കിടന്നു, അതുകൊണ്ട് മൺചട്ടിയിൽ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചതാണ്. കുക്കറിലാകുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചിട്ട് 4 വിസിൽ കേൾക്കുമ്പോൾ അതങ്ങ് വേവും. ഇതിപ്പോൾ അടപ്പേ കണൽ കിടന്നതുകൊണ്ട് വിറകടുപ്പിൽ വെച്ചതാണ്. ഇനി ഇതും കൂടെ ഒന്ന് വേവണം. അടച്ചു വയ്ക്കാം. ഇനി അരപ്പിനുള്ള സാധനങ്ങൾ: തേങ്ങ, കരിയേപ്പില, ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പച്ചമുളക്. എരിയുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. പയറും കപ്പയ്ക്കയും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഉപ്പ് ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ടായിരുന്നു, ഞാൻ ഉപ്പ് കാണിക്കാൻ പറ്റിയില്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരപ്പ് ചേർക്കാം. വെള്ളം കൂടെ ചേർക്കാം. അരപ്പ് നല്ലോണം ഉടച്ച് കറിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് ഇച്ചിരി കടുക് വറുത്തൊഴിക്കണം ഇതിനകത്തോട്ട്. നല്ലപോലെ ഒന്ന് ചൂടാവണം. ഇനി നല്ല ഒരു കറിയാണ്. നമ്മൾ കറിയൊന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുമ്പം നമ്മുടെ അയ്യത്ത് കപ്പയ്ക്ക കാണുമല്ലോ, അതൊരെണ്ണം പറിച്ചരിഞ്ഞ്, ചെറുപയറിനെ കാണുമല്ലോ എല്ലാവരുടെയും വീട്ടിൽ, അതും കൂടി ഇട്ട് ഇതുപോലെ വെച്ചാൽ പരിപ്പ് കറിയ കായൽ നല്ല രുചിയാണ്. കുട്ടികളും എല്ലാം കഴിക്കും ഇത് ഇഷ്ടം പോലെ. ചോറിലൊഴിച്ച് തിന്നാനും കഞ്ഞിക്കും എല്ലാം. എന്നിട്ട് കടുക് പൊട്ടിച്ചൊഴിക്കുകയാണ്. കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല രുചിയുള്ളൊരു കറിയാണ്. ഇന്നത്തെ ഉച്ചയൂണ് റെഡി. കപ്പയ്ക്കയും പയറും കൂടെ ഒഴിച്ച് കറി, പയറ് മെഴുക്ക് വരട്ടി, കിളിമീൻ കറി വെച്ചത്, ചുവന്ന മീൻ, പപ്പടം, മീൻ വറുത്തത്.